ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക്, ഞാൻ ഡെലിവറി സ്റ്റോറി ചെയ്ത സമയത്ത് അതിലൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഡെലിവറി സ്റ്റിച്ച് എത്ര ഉണ്ടായിരുന്നു എനിക്ക്, അതുപോലെ ഡെലിവറി സ്റ്റിച്ചിൻ്റെ പെയിൻ എങ്ങനെയായിരുന്നു, അത് ക്യൂർ ആവാൻ വേണ്ടിയിട്ട്, കംപ്ലീറ്റ്ലി ഹീൽ ആവാൻ വേണ്ടിയിട്ട് എത്ര ഡേയ്സ് എടുത്തു, അതിൻ്റെ ഇൻഫെക്ഷൻസ് കാര്യങ്ങൾ ഇതൊക്കെ ചോദിച്ചിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചായിരിക്കും. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ട് ഡെലിവറി ഒക്കെ കാത്തിരിക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോ കണ്ടു നോക്കിക്കോ. പക്ഷേ എല്ലാവർക്കും സെയിം ആവണം എന്നില്ല. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോസൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ചാനലിന്. അപ്പോൾ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ മറക്കാതെ ലൈക്ക് കൂടി ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സ് ഓണാണ്, കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കെന്നാൽ നേരെ വീഡിയോ കണ്ടു നോക്കാം. അപ്പോഴെൻ്റെ ഡെലിവറി സ്റ്റോറി കണ്ടവരാണെങ്കിൽ അവർക്കറിയാം, ഞാൻ ഡെലിവറി എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു ഉണ്ടായത്. കുറച്ച് കോംപ്ലിക്കേഷൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ എൻ്റെ ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ പാർട്ടായിട്ട് ഡെലിവറി സ്റ്റോറിയുടെ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതൊന്ന് കണ്ടു നോക്കണേ. എനിക്ക് അതുകൂടാതെ ഞാൻ കോംപ്ലിക്കേഷൻ്റെ സമയത്ത് കുറച്ച് സ്റ്റിച്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര വേദനയായിരുന്നു സ്റ്റിച്ച്. അതായത് ഇരിക്കാനും ബുദ്ധിമുട്ടായിരുന്നു, നടക്കുമ്പോൾ ബുദ്ധിമുട്ടായിരുന്നു. എന്താ പറയണ്ടേ, നമ്മൾ പറയില്ലേ ഡെലിവറി കഴിഞ്ഞ് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മലർന്ന് കിടക്കണം. അയ്യോ, അങ്ങനെയൊന്നും എന്നെക്കൊണ്ട് കിടക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നല്ല രീതിയിൽ പെയിൻ ഉണ്ടായിട്ടുണ്ട് എനിക്ക്. എന്താ ഒരുമാതിരി നടക്കുമ്പോഴൊക്കെ നമ്മളെ ഇങ്ങനെ അതെന്നാ പറയിപ്പോൾ എങ്ങനെയായിരുന്നു ഞാൻ നടന്നത്. നോർമലായിട്ട് എന്നെക്കൊണ്ട് നടക്കാനേ പറ്റിയിട്ടുണ്ടായില്ല. കാല് രണ്ട് ഇങ്ങനെ ഇത്രയും ഡിസ്റ്റൻസിൽ വെച്ചിട്ട് മാത്രമേ എന്നെക്കൊണ്ട് നടക്കാൻ പറ്റിയിട്ടുണ്ടായിട്ടുള്ളൂ. അപ്പോൾ അത്രയും വേദന ഉണ്ടായിന്. പിന്നെ സ്റ്റിച്ച് ഹീലാവാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഹോസ്പിറ്റലിൽ തന്നെ ഡിസ്ചാർജ് ആവുന്ന സമയത്ത്, അല്ല ഡെലിവറി കഴിഞ്ഞ് ഞാൻ റൂമിൽ എത്തിയപ്പോൾ തന്നെ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. എനിക്കിപ്പോൾ ആ ഓയിൻമെൻറ്റിൻ്റെ പേര് ഓർമ്മയില്ല. നല്ല അടിപൊളി ഓയിൻമെൻ്റ് ആണത്. പെട്ടെന്ന് ഹീലാവുന്ന ഒരു ഓയിൻമെൻ്റ് ആണ്. അപ്പം ആ ഒരു ഓയിൻമെൻറ്റ് തന്നിട്ട് അത് രാവിലെയും വൈകുന്നേരവും നമ്മൾ ഫുള്ള് വാഷ് ചെയ്ത് ക്ലീൻ ആക്കി ഡ്രൈ ആക്കിയതിന് ശേഷം ഈ ഓയിൻമെൻറ്റ് നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്പം ഞാൻ അതുപോലെ തന്നെ നമുക്ക് ഹോസ്പിറ്റലിൽ അതുപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. നേഴ്സ് രാവിലെ ആകുമ്പോഴേക്ക് വരും, നമ്മൾ ഫുള്ള് ക്ലീൻ ചെയ്ത് നല്ല ഡ്രൈ ആക്കി വെച്ചതിന് ശേഷം നേഴ്സ് വന്നിട്ടായിരുന്നു നമുക്കത് അപ്ലൈ ചെയ്തിരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ നൈറ്റ് കിടക്കാൻ പോകുന്ന സമയത്തും ഇതുപോലെ ഈ ഒരു ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ വീട്ടിൽ വന്നിട്ടും അത് കണ്ടിന്യൂ ചെയ്തു. രാവിലെ കുളിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫ്രഷ് ആയതിനു ശേഷം ഈ ഒരു ഓയിൻമെൻറ്റ് ഇടും. നൈറ്റും അതുപോലെ തന്നെ ഞാനൊന്ന് ഫ്രഷ് ആയതിനു ശേഷം നമ്മുടെ സ്റ്റിച്ചിട്ട് ഏരിയ നല്ല ഡ്രൈ ആക്കിയതിന് ശേഷം ഞാനിത് ഓയിൻമെൻറ്റ് അപ്ലൈ ചെയ്യും. അപ്പോൾ ഓയിൻമെൻറ്റ് പേര് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഓർമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പേര് കൊടുക്കാം. അപ്പോഴിങ്ങനെയായിരുന്നു ഞാൻ ഈ ഒരു ഓയിൻമെൻറ്റ് വെച്ചത്. പിന്നെ ചൂടുവെള്ളം നല്ലതാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു. ചൂടുവെള്ളത്തിൽ നമ്മൾ ഉപ്പിട്ടിട്ട്, നല്ല കല്ലുപ്പില്ലേ, ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നമ്മൾ അവിടെ വാഷ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളം കോരി പിടിക്കുന്നതൊക്കെ നല്ലതാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം വീട്ടിൽ നിന്ന് ആയിക്കഴിഞ്ഞാലും എനിക്ക് ഡെലിവറിക്ക് ശേഷം കുളിപ്പിക്കാനൊക്കെ ഒരു ചേച്ചി വന്നിട്ടുണ്ടായത്. അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് അവർ ബാത്റൂമിൽ എന്താ പറയുക, നല്ല തിളച്ച വെള്ളം ഉണ്ടാവൂലേ, അതായത് ആ ഒരു വെള്ളം അവിടെ വെച്ചിട്ട് അമ്മ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ആഫി പോകുന്നത് കാണാം. അത്രയും തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അവിടെ വെക്കും. ഇതെൻ്റെ അടുത്ത് എടുത്തിട്ട് കഴുകാൻ പറയും, എന്നാലേ ഈ സ്റ്റിച്ച് ഉണങ്ങുമെന്ന്. നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന കാര്യമില്ല. കാരണം നല്ല പെയിനുള്ള സമയത്ത്, അതായത് നല്ല രീതിയിൽ നടക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള പെയിനായിരുന്നു അവിടെ. അതിൽ നമ്മൾ ഈ ചൂടുവെള്ളം കോരി വെക്കുകയെന്ന് വെച്ചാൽ, ചൂടുവെള്ളം എന്ന് പറയാൻ പറ്റില്ല, അതിനൊരു 100 ഡിഗ്രി ആണോന്ന് അറിയില്ല, അതിലും മുകളിൽ തിളപ്പിച്ച പോത്തം വെള്ളമാണ്. അത് കോരി പിടിക്കാൻ പറയും. അവിടെ വെച്ചിട്ടുണ്ടാവും, ഇത് നിനക്ക് ഇതാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് അവിടെ വെക്കും. പക്ഷേ ഞാൻ എന്ത് ചെയ്യും, ബാത്റൂമിൽ ഞാൻ മാത്രമാണല്ലോ ഉള്ളത്. അപ്പം ഞാൻ ഇവരോട് ഓക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞ് എനിക്ക് സഹിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വെള്ളം, അതായത് ഈ തിളച്ച വെള്ളത്തിൻ്റെ അകത്ത് ഞാൻ എന്ത് ചെയ്യും, പച്ചവെള്ളം ആഡ് ചെയ്യും. എന്നിട്ട് എനിക്ക് ഓക്കെ, ഞാൻ കൈ വെച്ച് നോക്കുമ്പം ഓക്കെ ചൂടുവെള്ളം തന്നെ എടുക്കല്, പക്ഷേ ഈ പറഞ്ഞ പോലെ തിളച്ച വെള്ളമൊന്നുമല്ല, എൻ്റെ കയ്യിൽ സഹിക്കാൻ പറ്റുന്ന, ഞാൻ കയ്യിലേക്ക് ഒരിക്കൽ ആക്കി നോക്കും. അപ്പം എനിക്കത് സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിനെ കൊണ്ട് ആണ് ഞാൻ
സ്റ്റിച്ചിൻ്റെ അവിടെ വാഷ് ചെയ്യൽ. ഞാൻ പച്ചവെള്ളം യൂസ് ചെയ്തിട്ടേ ഇല്ല. പച്ചവെള്ളം യൂസ് ചെയ്യുമ്പം പെട്ടെന്ന് ഹീലാവുമോ എന്നുള്ളത് എനിക്കറിയില്ല, ഇനി ഹീലാവാതിരിക്കുമോ എന്നും എനിക്കറിയില്ല. വീട്ടിൽ നിന്ന് അമ്മയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പച്ചവെള്ളം ആക്കാനേ പാടില്ല, ഉണങ്ങാൻ പിന്നെയും ടൈം എടുക്കും എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പച്ചവെള്ളം ആക്കിയിട്ടേ ഇല്ല. എപ്പോഴും ഞാൻ ബാത്റൂം പോയിട്ട് വാഷ് ചെയ്യുന്ന സമയത്തും കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് ചൂടുവെള്ളത്തിനെ കൊണ്ടാണ് ഞാൻ വാഷ് ചെയ്യാറ്. പിന്നെ ഉപ്പിട്ടിട്ട് വാഷ് ചെയ്യുന്നതാണ് ഈ പറഞ്ഞതുപോലെ രാവിലെയും അതുപോലെ വൈകുന്നേരം. പിന്നെ രാവിലെയും വൈകുന്നേരം മാത്രമാണ് ഈ കുറച്ചും കൂടി ചൂടുള്ള വെള്ളം ഉപയോഗിക്കുന്നത്. ബാക്കി സമയത്തൊക്കെ നോർമൽ ചൂടുവെള്ളമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ നല്ല ചൂടുള്ള വെള്ളമൊന്നും യൂസ് ചെയ്യാറില്ല. രാവിലെ യൂസ് ചെയ്യുന്ന ചൂടുവെള്ളം തന്നെ ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് കയ്യിൽ ഒഴിച്ചിട്ട് സഹിക്കാൻ പറ്റുന്ന ചൂടുള്ള വെള്ളം മാത്രമാണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായത്. അപ്പം ചൂടുവെള്ളം പെട്ടെന്ന് ക്യൂർ ആവുന്നൊക്കെയാണ് പറയുന്നത്. നമ്മുടേത് ഫസ്റ്റ് ഡെലിവറിയാണ്. ഞാൻ ഇതുവരെ വേറെ ഡെലിവറി കഴിഞ്ഞിട്ട് ഇതൊക്കെ സ്റ്റിച്ചിൻ്റെ കാര്യങ്ങൾ അങ്ങനത്തെ ഒന്നും എനിക്കറിയില്ല. അപ്പം വീട്ടിൽ നിന്ന് എന്താണോ പറഞ്ഞിരുന്നത് അത് ഞാൻ ഫോളോ ചെയ്തു. പിന്നെ ഈ വെട്ടിത്തിളക്കുന്ന വെള്ളം ചെയ്യാഞ്ഞത് എനിക്ക് എൻ്റെ ശരീരത്തിന് അത് എനിക്ക് താങ്ങാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പച്ചവെള്ളം ആഡ് ചെയ്തിട്ട് ഉപയോഗിച്ചു. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായത് ഈ ഒരു സ്റ്റിച്ച് കംപ്ലീറ്റ്ലി ഹീൽ ആവാൻ വേണ്ടിയിട്ട് എത്ര ടൈം എടുത്തു എന്നുള്ളതായിരുന്നു. എനിക്ക് ഏകദേശം 1 മാസത്തോളം ഈ സ്റ്റിച്ചിനെ കൊണ്ട് നല്ല രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. 1 മാസം കഴിഞ്ഞെന്നും തോന്നും. കാരണം മരുന്ന് വെക്കുന്ന സമയത്തൊക്കെ എനിക്ക് അറിയാൻ പറ്റും അത് ഇനിയും കുറച്ചുകൂടി ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. പിന്നെ എനിക്ക് മരുന്ന് വെച്ചെന്നതെന്ന് വെച്ചാൽ രാവിലെയുള്ള ടൈമാണെങ്കിൽ എന്നെ കുളിപ്പിക്കാൻ വന്ന ചേച്ചിയില്ലേ, അവർ കുളിപ്പിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അവരായിരുന്നു മരുന്ന് അവിടെ സ്റ്റിച്ചിന് വെച്ച് തരുന്നത്. അപ്പോൾ അവരിങ്ങനെ പറയാം ഇന്നലത്തേനേക്കാളും കുറച്ചും കൂടി മാറിയിട്ടുണ്ട് ഇന്ന്. അപ്പം പിറ്റേ ദിവസം വരെ ഇന്നലത്തേനേക്കാളും മാറി, അങ്ങനെ കുറഞ്ഞു തന്നെയാണ് വന്നിട്ടുള്ളത്, കൂടിയിട്ടൊന്നുമില്ല. പിന്നെ നൈറ്റ് ആണെങ്കിൽ ഒരു സന്ധ്യ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുകയൊക്കെ ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഓയിൻമെൻറ്റ് വെക്കാറ്. അതാണെങ്കിൽ ഏട്ടനായിരുന്നു വെച്ചെടുത്ത്. സന്ധ്യ സമയത്ത് ഏട്ടൻ വെച്ചു. അപ്പോൾ ഏട്ടനും പറയാം ഇങ്ങനെ കുറവുണ്ട്, ഇപ്പം ക്യൂർ ആവുന്നുണ്ട് എന്നുള്ളത് പറയാം. അപ്പം എനിക്ക് അങ്ങനെ സ്റ്റിച്ച് പിന്നെയും വീണ്ടും ഫോണിൻ്റെ സ്റ്റോറേജ് കുറച്ച് പ്രശ്നം വന്നു, അതാണ് ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയത്. അപ്പോൾ ഏട്ടനെ നോക്കിയിട്ട് ഇതുപോലെ തന്നെ പറഞ്ഞു. ഏട്ടൻ നമ്മൾ ഒരുമിച്ചല്ല നിൽക്കല്. ഏട്ടൻ വാവേനെ കാണാൻ വേണ്ടിയിട്ട് വരും ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത്. അപ്പോഴും എനിക്ക് ഒറ്റയ്ക്ക് ഈ ഒരു സ്റ്റിച്ചിൽ മരുന്ന് വെക്കാൻ പറ്റാത്തത് കൊണ്ടും പിന്നെ നോക്കിയിട്ട് നമുക്ക് ആ ചേച്ചി പറയുന്ന മാത്രമല്ല നമുക്കൊരു 2-3 ആൾ ഒപ്പീനിയൻ എടുക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഏട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, ഇങ്ങനെ സ്റ്റിച്ചിൽ മരുന്ന് നോക്കുമ്പോൾ ചോദിക്കും ഞാൻ എങ്ങനെയുണ്ട് ഇപ്പം ക്യൂർ ആയോ ഉണങ്ങുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഏട്ടൻ നല്ല മാറ്റമുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഇപ്പം കുറഞ്ഞു വരുന്നുണ്ട്, ഓരോ ദിവസം കഴിയുന്നതിന് സ്റ്റിച്ച് ഉണങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എനിക്ക് ഈ ഇൻഫെക്ഷൻ ചോദിച്ച പോലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്പം ഞാനതൊരു പ്രോപ്പർ വേയിൽ അങ്ങനെ ഫോളോ ചെയ്തതുകൊണ്ട് ആയിരിക്കാം എനിക്ക് കൂടുതൽ വേഴ്സ് ആയിട്ടില്ല സിറ്റുവേഷൻ. സ്റ്റിച്ച് കൂടുതൽ ഞാൻ അതേ ഒരു റുട്ടീനിൽ ഫോളോ ചെയ്തു കറക്റ്റായിട്ട്. ചൂടുവെള്ളത്തിനെ കൊണ്ട് കഴുകി പിന്നെ മരുന്ന് പ്രോപ്പറായിട്ട് വെച്ചു. ഒരു ദിവസം പോലും മറക്കാതെ ഞാൻ മരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ കല്ലുപ്പിട്ടിട്ടാണ് ഞാൻ വാഷ് ചെയ്യാൻ നിന്നിട്ടുണ്ടായത്. അപ്പം അങ്ങനെയൊക്കെ ഫോളോ ചെയ്തത് കൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു സ്റ്റിച്ച് കൂടുതൽ മോശമായിട്ടില്ല. പക്ഷെ ഹീൽ ആവാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടുണ്ടായിരുന്നു. ചിലർക്ക് പറയുന്ന കേൾക്കാം ഒരു 1 വീക്ക് 2 വീക്ക് ഒക്കെ കൊണ്ട് സ്റ്റിച്ച് ഉണങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ്ലി എന്നുള്ളത്. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ 1 മാസമൊക്കെ ആയി, അതും കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് എനിക്ക് ഈ ഒരു സ്റ്റിച്ച് ഉണങ്ങി കിട്ടിയത്. പിന്നെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് അതിപ്പം എല്ലാവർക്കും ഉണ്ടോയെന്ന് എനിക്ക് അറിയില്ല. സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു ഒരു തടിപ്പ് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അതിപ്പം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഉണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ഒരു തടിപ്പ് പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് പേടിയായി ഇതെന്തെങ്കിലും പഴുക്കുന്നതാണോ ഇൻഫെക്ഷൻ ആവുന്നതാണോ എന്നൊക്കെ പേടിയാവും. പക്ഷെ അത് നോർമൽ ആണെന്ന് തോന്നും. അതിനെക്കൊണ്ട് വേറെ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പം ഇത്രയാണ് സ്റ്റിച്ചിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്. നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വീണ്ടും അങ്ങനത്തെ ഇൻഫെക്ഷൻ പഴുക്കുക അതൊന്നും വരില്ല. പിന്നെ ഓരോരാളുടെ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ അതൊക്കെ വെച്ചിട്ടായിരിക്കും മേ ബി അത് ഉണങ്ങാനുള്ള സമയം എടുക്കുന്നത്. ഞാൻ എൻ്റെ 2-3 ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് അങ്ങനെ 2 ആഴ്ച കൊണ്ട് അവർക്ക് മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഓരോരാളുടെ ബോഡി ടൈപ്പും അതൊക്കെ കൊണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നോക്കുന്ന രീതിയിലായിരിക്കും. നമ്മൾ കറക്റ്റ് പ്രോപ്പറായിട്ട് മരുന്നൊക്കെ വെച്ച് നമ്മളവിടെ ക്ലീനൊക്കെ ആക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് മാറും. ഇൻഫെക്ഷനൊന്നും ഇല്ലാതെ പഴുക്കൊന്നും ചെയ്യാതെ നമുക്ക് മാറ്റാമെന്നാണ് കരുതുന്നത്. അപ്പം എനിക്ക് അങ്ങനെ വരാത്തത് കൊണ്ട്
ഇപ്പം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറയാൻ അറിയില്ല. പിന്നെ നമ്മൾ ഇതിന് സ്റ്റിച്ച് എടുക്കാൻ പോകേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അതെല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഡെലിവറി ഇപ്പം കാത്തിരിക്കുന്നവർ, പ്രഗ്നൻ്റ് ആയവരുണ്ടെങ്കിൽ നമുക്കങ്ങനെ സ്റ്റിച്ച് എടുക്കാൻ ഒന്നും പോകേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ചൂടുവെള്ളത്തിൽ കഴുകുമ്പോൾ തന്നെ ആ സ്റ്റിച്ച് ചെറുതായിട്ട് ഇളകിപ്പോകും. അപ്പോൾ അത് എടുക്കാനായിട്ട് നമ്മൾ വീണ്ടും ഹോസ്പിറ്റലിൽ പോവുക, പലർക്കുള്ള പേടിയായിരിക്കുമല്ലോ. നമ്മൾ സ്റ്റിച്ച് ഇടുമ്പോൾ ഉള്ളൊരു വേദന സഹിച്ചു, ഇനിയിപ്പം ആ സ്റ്റിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകണ്ടേ, ആ സ്റ്റിച്ച് എടുക്കണ്ടേ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും. എനിക്ക് അങ്ങനെ ഉണ്ടായ ഒരാളാണ്. എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു സ്റ്റിച്ച് ഇടുന്ന സമയത്ത്. അയ്യോ, ഇനി ഇത് എടുക്കാൻ വീണ്ടും വരണ്ടേ എന്നുള്ളത്. അപ്പോഴും ഞാൻ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് നേഴ്സിൻ്റെ അടുത്ത് ചോദിച്ച സമയത്ത് നേഴ്സ് പറഞ്ഞു, അങ്ങനെ നിങ്ങൾ ഇനി സ്റ്റിച്ച് എടുക്കാനായിട്ട് വീണ്ടും വരേണ്ട ആവശ്യമൊന്നുമില്ല. അത് നോർമലി വാഷ് ചെയ്യുന്ന സമയത്ത്, നിങ്ങൾ ചൂടുവെള്ളം വെച്ചിട്ട് വാഷ് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ സ്റ്റിച്ച് ഉണങ്ങുന്ന സമയത്ത് പൊട്ടി പോയിക്കോളും, അത് പേടിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. ഇപ്പം എല്ലാം നമുക്ക് യൂട്യൂബിൽ നോക്കിയാൽ കിട്ടും. പിന്നെ ഡെലിവറി കഴിഞ്ഞവർക്കൊക്കെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതെല്ലാം അറിയായിരിക്കും. എൻ്റെ അടുത്ത് ആ ഒരു കുട്ടി കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഈ ഒരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ ആണ് ഇതിപ്പം. പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത്രയും നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോനെ കുറിച്ച് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. സ്റ്റിച്ചിനെ കുറിച്ചിട്ട് വേറെ വലുതായിട്ടൊന്നും പറയാനില്ല എന്നാണ് തോന്നുന്നത്. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ, ഞാൻ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യാവുന്നതാണ്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന വീഡിയോ ആണെങ്കിൽ ഞാൻ കമൻറ്റിന് തന്നെ റിപ്ലൈ തരും, ഓക്കെ വീഡിയോ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ കമൻസിൻ്റെ വീഡിയോയും ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഇനി എനിക്ക് പറ്റുന്നതാണെങ്കിൽ ഞാൻ ഷുവറായിട്ടും വീഡിയോ ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇവരിത് വീഡിയോ ചെയ്യോ അങ്ങനെയൊന്നും ആലോചിച്ചിട്ട് മടിക്കേണ്ട ആവശ്യമില്ല. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്ത് പറയാം. വീഡിയോ ചെയ്യണമെങ്കിൽ അതും പറയാം. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ചിട്ട് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു. അല്ല, ബായി എല്ലാം പറഞ്ഞു പോകുന്നതിന് മുന്നേ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണേ. അപ്പം ഇനിയിപ്പോൾ ശരിക്കും ബൈ.